ഈ ലോകത്തിന് മുന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ജയിച്ച് കാണിക്കാനായി എൻ്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല. എൻ്റെ കയ്യിൽ കാശില്ല. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലി അംഗമാണ്. അന്നന്നത്തെ കാര്യം കഴിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു കുടുംബം. അങ്ങനെയുള്ള എനിക്ക് ഒരു നാൾ ഞാനും സക്സസ്ഫുൾ ആകുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നത് എങ്ങനെ? എനിക്കൊരു പാഷനുണ്ട്. അതിലേക്ക് എത്തിച്ചേരാനായി ഞാൻ ശ്രമങ്ങൾ നടത്തുന്നു. ഒന്നിനു പിറകെ ഒന്നായി തടസ്സങ്ങൾ മാത്രം തുടർക്കഥയായി എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? ഞാൻ അത്തരത്തിൽ ചിന്തിച്ചൊരു വ്യക്തിയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ അനാഥാലയത്തിൽ ബാല്യങ്ങൾ ചെലവിട്ട് വർഷങ്ങൾ കൊണ്ട് ഒരു $multi-billion ആസ്തിയുള്ള കമ്പനി ഉണ്ടാക്കാൻ ഈ മനുഷ്യന് സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല? ഇതൊക്കെ സിനിമയിൽ നടന്നാൽ കാണാൻ കൊള്ളാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതൊരു യഥാർത്ഥ കഥയാണ്. വളരെയധികം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി. അതെ, ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ട് ഇന്ന് പിസ്സ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഡോമിനോസ് പിസ്സയുടെ സ്ഥാപകനായ ടോം മൊണാഗൻ്റെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. 1937 അമേരിക്കയിലെ മിഷിഗാനിൽ ഒരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ രണ്ടാമത്തെ പുത്രനായി ഇദ്ദേഹം ജനിക്കുന്നു. അവന് ടോം എന്ന പേരും നൽകുന്നു. തനിക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ട് എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം ആ കുട്ടി ജനിച്ചു വീഴുന്നത്. പക്ഷേ താൻ എന്തിനീ ഭൂമിയിൽ പിറന്നു എന്ന് പോലും അദ്ദേഹം പിന്നീട് ചിന്തിക്കുകയുണ്ടായി. തൻ്റെ 4ാമത്തെ വയസ്സിൽ ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന അച്ഛൻ മരണപ്പെടുന്നു. ഇതോടുകൂടി അമ്മയും ആ 2 മക്കളും പട്ടിണിയിലേക്കാവുന്നു. അങ്ങനെ ആ അമ്മ ഈ 2 മക്കളെയും അനാഥാലയത്തിൽ ചേർക്കുന്നു. വെറും 4 വയസ്സുള്ള ടോം തൻ്റെ അമ്മ തന്നെ തിരികെ വിളിച്ചു കൊണ്ടുപോകുമെന്ന സ്വപ്നം കണ്ട് ബാല്യം ചെലവിടുന്നു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, അങ്ങനെ 7 വർഷം കടന്നുപോയി. ഒടുവിൽ ആ അമ്മ ഈ 2 മക്കളെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ജീവിതം സന്തോഷത്തിലേക്ക് തിരികെ എത്തി എന്നവർ കരുതി. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ തുച്ഛ വരുമാനമുള്ള ആ ജോലി കൊണ്ട് തന്നെയും സഹോദരനെയും നോക്കാൻ പറ്റില്ല എന്നും വേറെ വഴിയില്ലെങ്കിൽ ഇവരെ അനാഥാലയത്തിലേക്ക് തന്നെ തിരികെ അയക്കുമെന്നും ആ അമ്മ പറയുന്നു. അനാഥാലയത്തിലേക്ക് പോകാൻ മടിച്ച ടോം ആകട്ടെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അമ്മയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഈ 2 മക്കളെയും എങ്ങനെയെങ്കിലും അനാഥാലയത്തിലാക്കണമെന്ന വാശിയിൽ ആ അമ്മ അവരെ അവിടെ കൊണ്ടാക്കുന്നു. എന്നാൽ ടോം ആകട്ടെ ആരോരും അറിയാതെ അനാഥാലയത്തിൽ നിന്നും പുറത്തു ചാടുന്നു. തിരികെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മ വീണ്ടും അയാളെ ഇവിടെ തന്നെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകാൻ മടിച്ച അയാൾ ജീവിതത്തിൽ എന്തെങ്കിലും ആകണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്ന് ആ കുട്ടിക്ക് തോന്നുന്നു. അതുകൊണ്ട് സ്കൂളിൽ ചേരണം. എന്നാൽ കയ്യിലാകട്ടെ 5 പൈസയില്ല. അങ്ങനെ പത്രമിടുക, അല്ലെങ്കിൽ മീൻ പിടിക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കച്ചവടം എന്നിങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് കാശ് സ്വരുക്കൂട്ടി അവൻ സ്കൂളിൽ ചേരുന്നു. എന്നാൽ സ്കൂളിലാകട്ടെ മറ്റു കുട്ടികളുടെ കളിയാക്കൽ മാത്രമായിരുന്നു ഇവൻ്റെ ആകെ സമ്പാദ്യം. സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യാനോ പഠിക്കാനോ അദ്ദേഹത്തിന് നേരം കിട്ടിയില്ല. കാരണം സ്കൂൾ കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് ഇദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു സ്പോർട്സ് അറീനയിൽ ചെല്ലും. അവിടെ ബൗളിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് പന്ത് പറക്കി കൊടുക്കുന്ന ജോലി ഇദ്ദേഹം ചെയ്തിരുന്നു. വൈകിട്ട് 6 മണി മുതൽ വെളുപ്പിന് 2 മണി വരെ ചെയ്യുമ്പോൾ കിട്ടുന്ന പണത്തിൽ നിന്ന് ഇദ്ദേഹം സ്കൂൾ ഫീസിനും അതുപോലെ ഭക്ഷണത്തിനും വഴി കണ്ടെത്തി. സ്കൂൾ യൂണിഫോമിൽ ഷൂസ് നിർബന്ധമാക്കിയപ്പോൾ പുതിയത് വാങ്ങാൻ പാങ്ങില്ലാത്ത ഇദ്ദേഹം ആരോ ഉപേക്ഷിച്ചു പോയിരുന്ന ഒരു ഷൂസ് സ്വന്തമാക്കി. പുറം ഭാഗം മനോഹരമാണെങ്കിലും അടിയിൽ സോൾ ഇല്ലായിരുന്നു. ഓരോ ക്ലാസ് കഴിയുമ്പോഴും പണച്ചെലവ് കൂടി വന്നു. ആഴ്ചയിൽ 5 ദിവസം ഇത്തരത്തിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റില്ലെന്ന് അയാൾ തിരിച്ചറിയുന്നു. അങ്ങനെ ശനിയും ഞായറും മുഴുവൻ സമയ ജോലികളിൽ ഇദ്ദേഹം ഏർപ്പെടുന്നു. ഇവയിൽ ആട് മേയ്ക്കുന്ന ജോലി വരെ ഉണ്ടായിരുന്നു. സെക്കൻഡറി സ്കൂളിലെത്തിയപ്പോൾ പഠന ചെലവ് നിന്നെ കൊണ്ടൊരിക്കലും താങ്ങാൻ പറ്റില്ല എന്ന് ആരോപിച്ച് ഇദ്ദേഹത്തെ സ്കൂളിൽ നിന്നും പുറത്താക്കി. അങ്ങനെ ഇദ്ദേഹം പള്ളിവക സ്കൂളിൽ അഭയം കണ്ടെത്തുന്നു. എന്നാൽ അവിടെയാകട്ടെ മറ്റു കുട്ടികൾ, അതായത് പണക്കാരുടെ മക്കൾ ഇദ്ദേഹത്തെ ആക്രമിച്ചു, കളിയാക്കി. അതിൽ മനംനൊന്ത് ഇദ്ദേഹത്തിന് അവിടെ നിന്നും പുറത്തു പോകേണ്ടി വന്നു. ഈ ഒരു അവസരത്തിൽ തനിക്കെല്ലാം നഷ്ടപ്പെട്ട് എന്ന കുറ്റബോധത്തോടെ ഇയാൾ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ ആ അമ്മയാകട്ടെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ഇദ്ദേഹത്തെ ജയിലിലാക്കുന്നു. അവിടെ നിന്നും ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്നു. അതുമാത്രമല്ല, അവരോടൊപ്പം ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയും പഠിക്കാനുള്ള അവസരം നൽകുകയും ചെയ്തു. എന്നാൽ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഠന ചെലവ് അവരെ കൊണ്ടുപോലും കൊടുക്കാൻ പറ്റാതാവുകയും ഇദ്ദേഹത്തിന് കോളേജ് പഠനം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഒരു പ്രതീക്ഷയുടെ വെളിച്ചം ഒന്ന് മിന്നി തുടങ്ങിയപ്പോഴേക്കും അത് കെട്ടുപോയി. അങ്ങനെ ഇദ്ദേഹം ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് കടക്കുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുക തന്നെ വേണം. ഇദ്ദേഹം അത് മനസ്സിലുറപ്പിച്ച് 1956 യുണൈറ്റഡ് നേഷൻസിൻ്റെ മെറൈൻസിൽ ജോലിക്ക് കയറുന്നു. കാരണം ആർമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സും ശരീരവും ദൃഢമാകുമെന്ന വിശ്വാസത്തിൽ. ഒടുവിൽ 1959 അദ്ദേഹം മെറൈൻസിൽ നിന്നും വിരമിക്കുന്നു.
അന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ $2000 ശമ്പളമായി ലഭിക്കുന്നു. തൻ്റെ മുടങ്ങിപ്പോയ കോളേജ് പഠനം പുനരാരംഭിക്കാമെന്ന ചിന്തയിൽ അദ്ദേഹം കോളേജിലേക്ക് പോകുന്നു. എന്നാൽ അതിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഇദ്ദേഹത്തിൻ്റെ കാശ് മോഷ്ടിക്കപ്പെടുന്നു. വീണ്ടും ജീവിതം ഇരുട്ടിലേക്ക്. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിൻ്റെ സഹോദരനിൽ നിന്നും ഒരു വാർത്ത അറിയുന്നു. തൊട്ടടുത്ത ടൗണിൽ ഒരു പിസ്സ ഷോപ്പ് കൊടുക്കാനിട്ടിരിക്കുന്നു, നമുക്കത് സ്വന്തമാക്കാം. പകുതി പൈസ ഞാൻ കണ്ടെത്താം, പകുതി പൈസ നീ കണ്ടെത്തണം. ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹം സമ്മതം മൂളി. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 5 പൈസയില്ല താനും. പിന്നീട് ഒരുപാട് ജോലികൾ വീണ്ടും ചെയ്ത് കുറച്ച് കടവും വാങ്ങി ഇദ്ദേഹം ആ കാശുണ്ടാക്കുന്നു, കടയും സ്വന്തമാക്കുന്നു. അന്ന് ഡോമി നിക്സ് പിസ്സ എന്നായിരുന്നു ഈ കടയുടെ പേര്. കട ആരംഭിച്ചു, കുറച്ച് ജോലിക്കാരെ നിയമിച്ചു. എന്നാൽ വരവ് മാത്രമുണ്ടായില്ല. കയ്യിലെ കാശ് മുഴുവൻ തീർന്നു. വാടക കൊടുക്കാത്തതിനെ തുടർന്ന് ഇദ്ദേഹത്തെ വാടക വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ കടയിൽ തന്നെയായി ഇദ്ദേഹത്തിൻ്റെ താമസം. കയ്യിലിരിക്കുന്നത് പിസ്സ കടയാണെങ്കിലും ഇദ്ദേഹം പട്ടിണിയിലായിരുന്നു. അങ്ങനെ കച്ചവടം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ $900 ഇദ്ദേഹം ലോൺ എടുക്കുന്നു, വീണ്ടും ഒരു ശുഭപ്രതീക്ഷയിൽ. പക്ഷേ അടുത്ത ദുരന്തം ഇദ്ദേഹത്തെ ഉടനെ തേടിയെത്തി. തൻ്റെ സഹോദരൻ വന്ന് പറയുകയാണ്, തനിക്ക് ഈ ബിസിനസ് നടത്താൻ താല്പര്യമില്ല. അറിയാത്ത കച്ചവടം നടത്തി കയ്യിലിരിക്കുന്ന കാശ് കളയാനും എനിക്ക് സമ്മതമല്ല. അതുകൊണ്ട് എൻ്റെ ഷെയർ നീ എനിക്ക് തരിക, ഈ കട മുഴുവനായി നീ എടുത്തോളുക. അങ്ങനെ ആകെ ലോൺ മേടിച്ച കുറച്ച് തുച്ഛമായ പൈസയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതും ഈ സഹോദരന് തന്നെ കൊടുക്കേണ്ടി വന്നു. കടം മേടിച്ച കാശ് പോലും ഇദ്ദേഹത്തിന് ഉപകാരപ്പെട്ടില്ല. അങ്ങനെ വീണ്ടും നഷ്ടങ്ങൾ മാത്രമായി ഇദ്ദേഹത്തിന്. ഒപ്പമുണ്ടായിരുന്ന ജോലിക്കാരിൽ പലരും ജോലി നിർത്തിപ്പോയി. ആകെ വിരലിലെണ്ണാവുന്നവർ മാത്രമായിരുന്നു ഇദ്ദേഹത്തെ വിശ്വസിച്ച് കൂടെ നിന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനായി തന്നെ കടയുടെ ഫ്രണ്ടിൽ അദ്ദേഹം ഒരു ബോർഡ് തൂക്കുന്നു. വളരെ കുറഞ്ഞ ചെലവിൽ ലിമിറ്റഡ് എഡിഷൻ പിസ്സ നിങ്ങൾക്കിവിടെ ലഭിക്കും. ഇതോടൊപ്പം തന്നെ ഇവരുടെ മെനു കാർഡിൽ നിന്ന് സബ് സാൻഡ്വിച്ചിനെയും ഒഴിവാക്കി. ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല പിസ്സ കഴിക്കാനായി ആളുകൾ വന്നുകൂടി. വളരെ കുറച്ച് പിസ്സകൾ മാത്രമാണ് ഈ കടയിലുള്ളത്, അതും കുറഞ്ഞ ചെലവിൽ. അതുകൊണ്ട് തന്നെ ആരാദ്യമെന്ന രീതിയിൽ ആളുകൾ ഇവിടേക്ക് വരികയും പിസ്സകൾ വേഗം വിറ്റുപോവുകയും ചെയ്തു. പതിയെ ഇദ്ദേഹത്തിന് ലാഭം കിട്ടിത്തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ അടുത്ത പാര വരുന്നു, ആ കടയുടെ പേര്. കാരണം സക്സസ്ഫുൾ ആയി എന്ന് കണ്ടപ്പോൾ മറ്റൊരു ബ്രാഞ്ച് ഇദ്ദേഹം ആരംഭിക്കുന്നു. സോ രണ്ടാമത്തെ ബ്രാഞ്ച് തുടങ്ങണമെങ്കിൽ അത്യാവശ്യം ലാഭമൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകുമെന്ന് ഈ കടയുടെ ആദ്യത്തെ ഉടമസ്ഥന് ഒരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം ആ പേരിൻ്റെ പേരിൽ റോയൽറ്റി ആവശ്യപ്പെടുന്നു. ഒടുവിൽ തൻ്റെ കാറ് വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് ആ പേരും ഇദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ ആ പ്രശ്നവും പരിഹരിച്ച് ഇദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വീണ്ടും പ്രശ്നങ്ങൾ വന്നു. അവയെല്ലാം ഇദ്ദേഹം ഈസിയായി തരണം ചെയ്തു. ഈ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത് വരെ 1969 അന്ന് ഡോമിനോസിന് 32 ബ്രാഞ്ചുകളുണ്ട്. ഡോമിനോസ് പിസ്സ എന്ന തൻ്റെ സ്ഥാപനമായിട്ടോ അല്ലെങ്കിൽ പിസ്സ ബിസിനസ്സുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത അത്രയേറെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത കാരണം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ആകെ ഡള്ളാകുന്നു. സെയിൽസ് നിൽക്കുന്നു. ഇതോടുകൂടി ലക്ഷങ്ങളുടെ കടം കുമിഞ്ഞുകൂടുന്നു. ഏകദേശം $15 ലക്ഷം ആയിരുന്നു അന്നത്തെ കടം. ഇതോടുകൂടി ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നാലും ശരി, ബ്രാഞ്ച് മാനേജേഴ്സ് ആയിരുന്നാലും ശരി, ഷോപ്പ് കീപ്പേഴ്സ് ആയിരുന്നാലും ശരി, ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്നു. ഇദ്ദേഹത്തെ നിരന്തരമായി ടോർച്ചർ ചെയ്തു. ഇദ്ദേഹം ബാങ്ക് ലോണിന് വേണ്ടി പലയിടങ്ങളിൽ കയറി ഇറങ്ങി. എല്ലാവരും ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. പല സ്ഥലങ്ങളിലായി 150ഓളം കേസുകൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലെത്തി. വീണ്ടും ജീവിതം ഇരുട്ടിലേക്ക്. ആത്മഹത്യയല്ലാതെ ഇനി തൻ്റെ മുൻപിൽ ഒരു വഴിയുമില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. പക്ഷേ എന്നിരുന്നാലും വളരെ ക്ഷമയോടുകൂടി അദ്ദേഹം ആലോചിച്ചു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു സാധാരണ ഐഡിയ പോരാ, തൻ്റെ ജീവിതം തന്നെ മാറി മറിയണം. അങ്ങനെ വളരെ സമയമെടുത്ത് ആലോചിച്ച് ഇദ്ദേഹം 3 ഐഡിയകൾ കണ്ടെത്തുന്നു. തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച 3 ഐഡിയകൾ. ഇതിലാദ്യത്തേതായിരുന്നു ഡെലിവറി സർവീസ്. നിങ്ങൾ പിസ്സ ഓർഡർ ചെയ്ത് 30 മിനിറ്റിനകം അവിടെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ആ പിസ്സ സൗജന്യം. മനുഷ്യരുടെ സൈക്കോളജി തന്നെ ഇദ്ദേഹം ഒരു ചാലഞ്ചായി ഏറ്റെടുത്തു. സോ ഇതിനാൽ തന്നെ ആളുകൾ കൂട്ടമായി വിളിക്കാൻ തുടങ്ങി, കൂട്ടമായി ഓർഡർ കൊടുക്കാൻ തുടങ്ങി. ഷോപ്പ് മാനേജർമാർക്കാകട്ടെ ഈ ഐഡിയയോട് അത്ര വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു, ഇവിടെ ഞാനാണ് ബോസ്, ഇത് എൻ്റെ ഐഡിയ ആണ്. ഇതുകൊണ്ട് ലാഭമായിരുന്നാലും ശരി, നഷ്ടമായിരുന്നാലും ശരി, അതെൻ്റെ ഉത്തരവാദിത്തം മാത്രമായിരിക്കും. രണ്ടാമത്തെ ഐഡിയ പിസ്സ സെൻറ്ററിൻ്റെ ലൊക്കേഷൻ. അതായത് കോളേജുകൾ കേന്ദ്രീകരിച്ച് ഒന്നുകിൽ ക്യാൻറ്റീനിൽ തന്നെ, ഇല്ലെങ്കിൽ കോളേജിനോട് ചേർന്ന് ഒരു കട. അപ്പോഴേക്കും വിദ്യാർത്ഥികളുടെ തിരക്ക് കൊണ്ട് അതും സക്സസ്ഫുള്ളായി. പിസ്സ ഡെലിവറി നടത്തി വന്നപ്പോൾ ഇദ്ദേഹത്തിന് നേർക്ക് വന്ന മറ്റൊരു കംപ്ലൈൻ്റ് ആയിരുന്നു പിസ്സ തണുത്തു പോകുന്നു എന്നുള്ളത്. സോ ഇത് പരിഹരിക്കാനായി അമേരിക്കയിലെ തന്നെ ടോപ്പ് ക്ലാസ് ഡിസൈനേഴ്സ്, അതുപോലെ തന്നെ സയൻസ് എന്തൂസിയാസിസ്റ്റ്, ഇവരെയൊക്കെ നേരിട്ട് കണ്ട് ഇദ്ദേഹം ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ഒരു ബോക്സ് നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കുക. പിസ്സ ഫ്രഷായി ഇരിക്കുകയും വേണം, എന്നാൽ പിസ്സ ഡാമേജ് ആവാനും പാടില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം കേട്ട മാത്രയിൽ തന്നെ അവർ പുച്ഛിച്ചു തള്ളി. ഇംപോസിബിൾ എന്ന് വിധിയും എഴുതി. എന്നാൽ അദ്ദേഹം പറഞ്ഞു,
അമേരിക്ക ചന്ദ്രനിൽ വരെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. ഇമ്പോസിബിൾ എന്ന് പറയാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ഒടുവിൽ അദ്ദേഹം തന്നെ ആലോചിച്ച് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ബോക്സ് ഡിസൈൻ ചെയ്യുന്നു. ഇന്നും പിസ്സ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്ന ആ ബോക്സ് ഡിസൈൻ ചെയ്തതും ഈ വ്യക്തി തന്നെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ഐഡിയ ആയിരുന്നു ഫ്രീ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ നോ ഇനിഷ്യൽ ഫീസ് എന്നത്. അതായത് നിങ്ങൾക്ക് സ്വന്തമായി ഒരു കടയുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി സ്ഥലമുണ്ടെങ്കിൽ ഡോമിനോസ് ബാക്കി എല്ലാ സൗകര്യവും ചെയ്തു തരും. നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങളുടെ ഷോപ്പിനെ വളർത്തിക്കൊണ്ടുവരിക. അതിന് എന്ത് ഐഡിയ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രയോജിക്കാം. നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ട് ആ ഷോപ്പ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോമിനോസിൽ ഒരു അംഗത്വം, അതുപോലെ തന്നെ പ്രൊമോഷനോടുകൂടി ജോലിയും. നേരെ മറിച്ച് നഷ്ടമാണെങ്കിൽ കമ്പനിയുമായിട്ട് പിന്നെ യാതൊരു ബന്ധവുമില്ല, അവിടെ വെച്ച് നിങ്ങൾക്ക് പിരിയാം. ഈ 3 ഐഡിയകൾ കൊണ്ട് ഡോമിനോസ് വളർന്നു പന്തലിച്ചു. ഈ ഒരൊറ്റ ഐഡിയയോടുകൂടി വെറും 32 ബ്രാഞ്ചിൽ നിന്ന് 1983 ആയപ്പോഴേക്കും 1000 ബ്രാഞ്ചുകൾ തികച്ചു. ഇന്ന് 85 രാജ്യങ്ങളിൽ 5000-ൽ പരം ബ്രാഞ്ചുകളിൽ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു ഡോമിനോസ്. വെറും $500 കടം വാങ്ങി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് $900 കോടി ആസ്തിയോടുകൂടി മുന്നേറി നിൽക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ജനിച്ചതും വളർന്നതുമായ സാഹചര്യം, നിങ്ങളുടെ സമയം, ലക്ക് ഇതൊന്നുമല്ല പ്രധാനം. നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആണെങ്കിൽ, അതായത് തോറ്റു പോകുമെന്ന് തോന്നുന്ന അവസരത്തിലും പതറാതെ ക്ഷമയോടെ ആലോചിച്ച് ഓരോ ചുവടും എടുത്തു വെച്ച് കഴിഞ്ഞാൽ വിജയം നിങ്ങളുടേതാകും. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ പാതയിലൂടെ നടക്കുമ്പോൾ അടിപതറാതെ തറയ്ക്കുന്ന ഓരോ മുള്ളിനെയും പറിച്ചെടുത്ത് കളഞ്ഞ് മുന്നേറുക. വിജയം നിങ്ങളുടേതാകട്ടെ.